മുട്ടുകാല് വെച്ചിറങ്ങിയല്ലോ. അതെ. എല്ലാരും കേറുവാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ വിടൂ. കേറുവാ. ജിപ്സി. ക്രിസ്പിൻ. ക്രിപ്സി അല്ല, ക്രിസ്പി. ഓക്കെ പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്തു കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഹായ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഒരു പാസ്റ്ററുടെ മോനായതാ. ചേട്ടാ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. എങ്ങോട്ടാടാ? ഒരു ചെറിയ മരണം ഉണ്ടെന്നേ. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ. വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഓവറിലെ മഹേഷേട്ട് 4 6 അടിച്ച. മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ്. പള്ളിപ്പറമ്പന്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോ മഹേഷേട്ടലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടി നിസാർ കേസിനാണ് മഹേഷേട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം. ശരി, പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട്. അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങിന്നോളാം. ഇത്ര ഹാൻസമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ബട്ട് 1-2 ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി. സൗമിക്ക് അങ്ങനെ എന്തെങ്കിലും എങ്ങനെ സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? പിന്നെ ജോസഫേട്ടാ, നല്ല ഫോട്ടോ എടുത്തു വെച്ചോട്ടോ. നീ പോടാ പിള്ളേ. മേരിച്ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മഹേഷേ, ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. അല്ല, നീ എങ്ങോട്ടാ? കടയിലാരും ഇല്ല. പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ? ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ. വാ. റോബസ്റ്റ കൊള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയേ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണി നിൽക്കല്ലേ? മനുഷ്യർ പോകുന്നല്ലേ? എന്ത് വട്ടാടോ എനിക്ക്? കുറെ നാളെ തുടങ്ങിയിട്ട് ഞാൻ എന്നാ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെച്ചു. ഏയ്, നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ബാലൻസ് ഇല്ലെന്ന്. പറ, നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരേൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല.
അയ്യ അതെ അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളം ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവനിച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ നീ ടെൻഷൻ ആവല്ലേ, നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഓട്ടിട്ടോ, ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണം. ആ അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. തായറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, എടാ കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയൻ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പം കിടന്നു. ഗുഡ് നൈറ്റ്. ഓ നിങ്ങളോട് വിളിപ്പ് ഒടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീത്ത. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക് തിരിച്ച് വിളിക്ക് പ്ലീസ്. എന്നെ എൽദോ ചായ ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതിൽ കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ. ആളിയുടെ തന്തയ്ക്ക് പറഞ്ഞോടാ. അവൻ്റെ ഒരു മധ്യസ്ഥത. അവന്റെ അപ്പനെ വിളിച്ചിട്ട് അപേക്ഷ വിടില്ല, ഞാൻ ഒരുത്തനും വിടില്ല എന്നോടെ.